ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടന അമ്മയിലെ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം വേണമെന്ന് നടി മാലാ പാർവതി 24 പറഞ്ഞു. ഭാരവാഹികളുമായി അടുപ്പമുള്ള സംഘടനകൾക്ക് സ്പോൺസർഷിപ്പിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. നിയമ നടപടികളുമായി മുന്നോട്ട് പോയാൽ അൻസിബയ്ക്കൊപ്പം നിൽക്കുമെന്നാണ് മാലാ പാർവതി 24 പറഞ്ഞത്. അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭാരവാഹികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ അവിടെ ഒരുക്കി കൊടുക്കുന്നു. അൻസിബയും നീനയും ഒക്കെ വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർ സംസാരിക്കുന്ന അവരുടെ മാനം പൊതുസമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയോ ചോർത്തി കൊടുക്കുന്ന വാർത്ത ഓൺലൈനിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെയുള്ള ചീത്തവിളി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർക്ക് ഇവരുടെ വശം പറയാനിടവുമില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ ഈസിയിൽ ശബ്ദമുയർത്തി പ്രസിഡന്റിനെ അടക്കം അടച്ച് ആക്ഷേപിച്ച് അവിടെ ഇരുത്തുന്ന ഒരു രീതി ഉണ്ടെന്നാണ് കേൾക്കുന്നത്. നമുക്ക് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് ആരാണോ ശരിയെന്ന് തോന്നുന്നു അവരുടെ കൂടെ ഞാൻ നിൽക്കും. മാലാ പാർവതി നിശ്ചിതമായൊരു അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയുടെ കൂടെ മാത്രമേ താനുള്ളൂ. ലിഡിയ ജാക്കോ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ലിഡിയ, ഗുഡ് മോർണിംഗ്. ലിഡിയ, ശരിക്കും ഈ അഭിനേതാക്കളുടെ ഏറ്റവും സ്വപ്ന സമാനമായ ഒരു സംഘടനയായിരുന്നു അമ്മ. ഈ അമ്മ നാനാവിധമാകുന്നു എന്നറിയുമ്പോൾ നമുക്കും സങ്കടമുണ്ട്. എന്താണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ? ചേരിതിരിഞ്ഞുള്ള പോരാട്ടമാണ് അമ്മയിൽ നടക്കുന്നത് എന്ന് വേണം പറയാൻ. വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങൾ അൻസിബ ടിനി ടോമിനെതിരെ ഉന്നയിക്കുന്നു. അതിനെ തുടർന്ന് പലരും പ്രതികരിച്ച് രംഗത്ത് വരുന്നു. അൻസിബയ്ക്കൊപ്പം നിൽക്കുന്നു പലരും ടിനി ടോമിനൊപ്പം നിൽക്കുന്നു. അങ്ങനെ ചേരിതിരിഞ്ഞ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ ചേരിതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും പോരാട്ടങ്ങളും കടുക്കുന്ന കാഴ്ചയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും അമ്മയിൽ കാണുന്നത് എന്നുള്ളതാണ്. അല്പം മുമ്പ് മാലാ പാർവതി സംസാരിച്ചതും അത് തന്നെയാണ്. മാലാ പാർവതി മുൻപും അൻസിബയെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ അൻസിബയ്ക്കൊപ്പം നിൽക്കും. പ്രത്യേകിച്ച് അൻസിബയ്ക്കും നീന കുറുപ്പിനും ഒക്കെ സംസാരിക്കാൻ ഒരു സ്പേസ് ഇല്ലാത്ത സാഹചര്യത്തിലാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ടി വന്നത് എന്നാണ് മാലാ പാർവതി പറയുന്നത്. മാത്രമല്ല, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള രീതിയിൽ ശബ്ദമുയർത്തുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സ്വാധീനമുള്ള ആളുകൾക്ക് മാത്രം നിലനിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് മാലാ പാർവതി പറയുന്നത്. മാത്രമല്ല, ഈ ഇന്നലെ അടക്കം പുറത്തു വന്ന ചില രേഖകൾ, ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ, അതിൽ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വെണ്ണല തൈക്കാട് ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പ് വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങളൊക്കെ വന്നിരുന്നു. അതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ പലർക്കും എതിർപ്പുണ്ടായിരുന്നു. അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരാൾ അൻസിബയാണ്. ആ ഒരു സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു സാമ്പത്തിക ഇടപാടുകളും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ, ഈ അമ്മയിലെ കണക്കുകളൊക്കെ കൃത്യമായി തന്നെ ഓഡിറ്റ് ചെയ്യപ്പെടണം എന്ന് കൂടിയാണ് മാലാ പാർവതി അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. മാത്രമല്ല, മറ്റ് അംഗങ്ങൾക്കും അത്തരത്തിലുള്ള അഭിപ്രായമുണ്ട്. ഈ കണക്കുകൾ കൃത്യമായിട്ടല്ല കാണുന്നത്, അല്ലെങ്കിൽ അതിലൊരു വ്യക്തതയില്ല, അതിലൊരു സുതാര്യതയില്ല എന്നുള്ള ആരോപണം മറ്റംഗങ്ങൾ കൂടി ആരോപിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അടുത്ത ജനറൽ ബോഡിയിലെങ്കിലും ഈ കണക്കിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ മുതിർന്ന താരങ്ങൾ പ്രതികരിക്കാത്തതിലും വലിയ അതൃപ്തി കൂടിയുണ്ട്. പ്രത്യേകിച്ച് ജനറൽ ബോഡിയിൽ ഇത് ചർച്ച ചെയ്യാം, അതിനു മുൻപ് ഇത് പ്രതികരിക്കേണ്ട എന്നുള്ള നിലപാടിലാണ് മുതിർന്ന താരങ്ങളുള്ളത്. ഇക്കാര്യങ്ങളിലൊക്കെ ജനറൽ ബോഡിയിൽ ഒരു വ്യക്തത വേണം, ആവശ്യമെങ്കിൽ നേതൃമാറ്റം വേണമെന്നും ആവശ്യപ്പെടുന്ന ആളുകൾ സംഘടനയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള പോര് കണക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക കാര്യങ്ങളിലുള്ള ഒരു വ്യക്തത കുറവ്, സ്പോൺസർഷിപ്പിലുള്ള ഒരു വ്യക്തത കുറവ് ഇന്നലെ TG നന്ദകുമാർ അടക്കം ഉന്നയിച്ചത് തങ്ങൾ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.